സ്വതക്ക ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. ധർമ്മം ചെയ്യുക, ദാനം നൽകുക എന്നത് ആണ് അതിൻ്റെ വിവക്ഷ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതായി അബൂദർ ഗിഫാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു സ്വതക്കയാണ് എന്നാണ്. പുഞ്ചിരി സ്വതക്കയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സ്വതക്ക? നമ്മുടെ ധനത്തിൽ നിന്നും മറ്റുള്ള അതാവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കലാണ് സ്വതക്ക. അപ്പോൾ പുഞ്ചിരി എങ്ങനെയാണ് സ്വതക്കയാകുന്നത്? നമ്മുടെ ശരീരം നമ്മുടെ ഒരു ധനമാണ്. ഈ ശരീരമാകുന്ന ഈ ധനത്തിൻ്റെ സ്വതക്കയാണ് പുഞ്ചിരി. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് മറ്റൊരാൾക്ക്, ഏതൊരാൾക്കും കൊടുക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരംശമാണ് പുഞ്ചിരി. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഞാനിതാ ഒരു മനുഷ്യരെന്ന നിലയിൽ താങ്കളെ മനസ്സിലാക്കുന്നു, നമ്മൾ ചിരകാല പരിചിതരെ പോലെ ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു എന്നൊക്കെ വലിയ വലിയ സന്ദേശങ്ങൾ ആ പുഞ്ചിരിയിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്വതക്കയിൽപ്പെട്ടതാണ് പുഞ്ചിരി എന്ന് പഠിപ്പിച്ചത്. സ്വതക്കയും സകാത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, സ്വതക്കയും സകാത്തും നൽകേണ്ട 8 വിഭാഗങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വിഭാഗം വഴിയാത്രക്കാരാണ്. വഴിയാത്രക്കാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇബ്നു സബീൽ എന്നാണ്. വഴിയുടെ മക്കൾ, സഞ്ചാരപാതയുടെ മക്കൾ എന്നാണ്. ഈ 8 വിഭാഗങ്ങളിൽ ബാക്കിയുള്ള 7 വളരെ കൃത്യമായാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പാവങ്ങൾ, ദരിദ്രർ, കടബാധിതർ, ഇങ്ങനെ അത് കേട്ടാൽ നമുക്ക് ആരാണെന്ന് വേഗം മനസ്സിലാകും. പക്ഷേ വഴിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഈ വഴി എന്ന പ്രയോഗം തന്നെ, സബീൽ എന്ന പ്രയോഗം തന്നെ ഖുർആനിൽ പലയിടത്തും വളരെ രസകരമായ അർത്ഥത്തിൽ പ്രയോഗിച്ചതായി കാണാം. ഇവിടെ വഴിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം, പലതരത്തിലുള്ള യാത്രകൾ, തൊഴിൽ തേടി, വിജ്ഞാനം തേടി, മറ്റു പലതിനെയും തേടി മനുഷ്യർ കാഴ്ചകൾ തേടി, അനുഭവങ്ങൾ തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യാത്ര ചെയ്യുന്ന ആളുകളുടെ വീടും അവരുടെ രാത്രി ഇടവും അവരുടെ അഭയസ്ഥാനവും എല്ലാം വഴിയാണ്. ഈ വഴിയിലൂടെ പോകുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ഒരംശം നൽകുക എന്നാണ് വഴിയുടെ മക്കൾക്ക് കൊടുക്കേണ്ട സകാത്തിൻ്റെ ഒരർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ സ്വതക്ക പുഞ്ചിരിയാണെങ്കിൽ നമ്മുടെ മറ്റു എല്ലാ സമ്പത്തുകളുടെയും ഒരു വിഹിതം നൽകേണ്ടത് വഴിയിലൂടെ പോകുന്ന ആളുകൾക്കാണ്. വഴിയിൽ കാണുന്നവരോട് പുഞ്ചിരിക്കുക, വഴിയിൽ കാണുന്നവരെ സഹായിക്കുക. എത്ര സുന്ദരമാണെന്ന് നോക്കൂ ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക ഭാവന.